ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ ഈ നാടിന്റെ പ്രിയങ്കരനായ ജനപ്രതിനിധി എത്രയും ബഹുമാനപ്പെട്ട മോൻസ് ജോസഫ് MLA അധ്യക്ഷം വഹിക്കുന്ന വേദി ശ്രീമാൻ റോഷി അഗസ്റ്റിൻ അവർകൾ ഈ വേദിയിലേക്ക് എത്തിച്ചേരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരും ആ റോഡിനടുത്തേക്ക് കടന്നു നിൽക്കണമേ എന്ന് പ്രത്യേകമായി ആധുനിക യന്ത്രയുഗത്തിൽ നൂറുകണക്കിനായ അഭിനവ ഭാഗീരഥന്മാർ മലയാളക്കരയാകെ അക്ഷീണ പരിശ്രമങ്ങളിലൂടെ ഭാഗീരഥിയാകുന്ന അമൂല്യ ശുദ്ധജലത്തെ താഴെ കൊഴുകുക എന്ന ജലസഹജ സ്വഭാവത്തിന്റെ വിരുദ്ധമായി കുന്നുപോലെയുള്ള ഉയരങ്ങളിൽ യന്ത്രശക്തി കൊണ്ട് എത്തിച്ച് സംഭരിച്ച് വിവിധ വിതരണ സംവിധാനങ്ങളിലൂടെ സാധാരണക്കാരന് ദാഹശമനിയായി കുടിനീരായി കേരള ജല അതോറിറ്റിയിലൂടെ എത്തിക്കുന്നു. മുഖ്യപ്രഭാഷണം നടത്തുന്ന വേളയിൽ ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ, ഈ ഉദ്ഘാടന വേളയിൽ ധന്യമാക്കുവാൻ, അനുഗ്രഹിക്കുവാൻ, ആശീർവദിക്കുവാൻ നിങ്ങൾക്ക് ആ വിരാമം ഇട്ടുകൊണ്ട് എല്ലാ ആശങ്കകളും വിരാമം ഇട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ബഹുമാനപ്പെട്ട MLA ശ്രീ റോഷി അഗസ്റ്റിൻ അവർകൾ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ പുതിയ പ്രവേശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിട്ട് നമ്മുടെ പൊതുസമ്മേളനം ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയെയും MLAയെയും സ്വീകരിക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിയും ബഹുമാനപ്പെട്ട MLAയും ബഹുമാനപ്പെട്ട MP-യും ഇതാ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ആദരണീയനായ MLA ബഹുമാനപ്പെട്ട മന്ത്രിയെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മാണ
ബഹുമാനപ്പെട്ട മന്ത്രിയും മറ്റു ജനപ്രതിനിധികളും അതിൽ പങ്കുചേർന്നുകൊണ്ട് എല്ലാവരും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ വേദിയിലേക്ക് കടന്നു സമ്മേളനത്തിലേക്ക് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട MLAയും അതുപോലെ മറ്റ് ജനപ്രതിനിധികളും എത്തിച്ചേർന്നിരിക്കുകയാണ്. ജോസഫ് അവരെ എത്രയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. വിശ്വങ്ങളൊക്കെയും പാലിച്ചു പോരുന്ന വിശ്വൈകനാഥ വണങ്ങിടുന്നേ. വിശ്വങ്ങളൊക്കെയും പാലിച്ചു പോരുന്ന വിശ്വൈകനാഥ വണങ്ങിടുന്നേ. വിശ്വൈകനാഥ വണങ്ങിടുന്നേ. നല്ലതു ചിന്തിച്ചു നല്ലതു ചൊല്ലുവാൻ ഞങ്ങൾക്ക് ബുദ്ധി പകർന്നിടണം. നല്ലതു ചിന്തിച്ചു നല്ലതു ചെയ്യുവാൻ ഞങ്ങൾക്കു ശക്തി പകർന്നിടണം. ഞങ്ങൾക്കു ശക്തി പകർന്നിടണം. നേരായ നേരത്തു നേർവഴി കാട്ടണം. നേരിൽ പുലരുവാൻ കാത്തിടണം. പൂവിനു സൗരഭ്യമെന്നപ്പോൾ ഞങ്ങളിൽ സ്നേഹ സുഗന്ധം ചൊരിഞ്ഞിടണം. സ്നേഹ സുഗന്ധം ചൊരിഞ്ഞിടണം. വിശ്വങ്ങളൊക്കെയും പാലിച്ചു പോരുന്ന വിശ്വൈകനാഥ വണങ്ങിടുന്നേ. ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഫ്രാൻസിസ് ജോർജ് സാർ അവർക്കാണ് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് കേരള ജലാതൂക്ക് എന്റെ പേരിൽ ഇവിടെ കുടിക്കുന്ന ഓരോരുത്തരുടെ പേരിൽ സ്വാഗതം നൽകി. അതുപോലെ എന്റെ 20 ഗ്രാമപഞ്ചായത്തുകളുടെയും വൈക്കം മുനിസിപ്പാലിറ്റിയിലെയും പൂർണ്ണമായ കുടിവെള്ള വിതരണത്തിന്റെയും ആയുധമായി ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികളുടെയും കാര്യക്ഷമമായ നടത്തിപ്പിന് വേണ്ടി 2014 രൂപം കൊണ്ടതാണ് കടുത്തുരുത്തി PH ഡിവിഷൻ ഓഫീസ്. ഡിവിഷൻ ഓഫീസ് വിവിധ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഉപഭോക്താക്കളായിരിക്കുകയാണ്. കോട്ടയം ജില്ലാ കളക്ടറുടെ 10/3/23 ഉത്തരവ് പ്രകാരം 50 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭ്യമായ പ്രസ്തുത പ്രവൃത്തിക്ക് 12/4/23 സർക്കാർ നടപടികൾ സ്വീകരിച്ച് ശ്രീമതി സിജിമോൻ ജോർജ് എന്ന കരാറുകാരൻ ഏറ്റെടുക്കുകയുണ്ടായി. 1/8/23 പ്രവൃത്തികൾ ആരംഭിച്ച് സമയബന്ധിതമായി പൂർത്തീകരിക്കുകയും ചെയ്തു. പൂർണ്ണമായ സേവനം കാഴ്ചവെക്കുവാൻ എല്ലാ ജനപ്രതിനിധികളുടെയും നല്ലവരായ നാട്ടുകാരുടെയും സഹായങ്ങൾ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നാടിന്റെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് തീർച്ചയായും ഈ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിന്റെ ഒരു തിരക്കുറിയായി തന്നെ വിരാജിക്കുന്ന ഈ കേരള ജലഭവന്റെ ഉദ്ഘാടന കർമ്മത്തിൽ അദ്ദേഹത്തിന് തീർച്ചയായും വലിയൊരു പങ്കുണ്ട്. ബഹുമാനപ്പെട്ട സാർ, താങ്ക് യു. ബുദ്ധിമുട്ടുന്നതുകൊണ്ട് നമുക്ക് പരമാവധി വേഗത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമായിരുന്നുകൊണ്ട് MLA ഫണ്ട് 50 ലക്ഷം രൂപ കൊടുത്ത് അതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും അങ്ങനെ നമുക്ക് ഏറ്റവും 4ാമത്തെ നില എക്സിക്യൂട്ടീവ് ജനറൽ ഓഫീസായി മാറുകയും ചെയ്തു. ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി പ്രവൃത്തി ഏറ്റെടുത്ത് വൃത്തിയായി കാര്യങ്ങൾ ചെയ്ത കോൺട്രാക്ടറെ ഞാൻ പ്രത്യേകം ദിവസത്തിൽ അദ്ദേഹത്തോട് നന്ദി പറയുന്നു. ഒരുപാട് റിസ്ക് ഉണ്ടായിരുന്നു, വളരെ കഷ്ടപ്പെട്ടും നഷ്ടം സഹിച്ചുമൊക്കെയാണെന്ന് എന്നോട് പറഞ്ഞു. എങ്കിലും അദ്ദേഹം അത് വൃത്തിയായി ചെയ്ത് പൂർത്തിയാക്കി എന്ന ഒരു സംതൃപ്തിയാണ് നമുക്കുള്ളത്. അതുപോലെ വൈക്കം മുനിസിപ്പാലിറ്റിയുടെ ജലവിതരണ കാര്യങ്ങളിൽ ഇനി മുതൽ അങ്ങോട്ട് വളരെ സൗകര്യം ഈ ഡിവിഷൻ ഓഫീസിന്റെ ഉദ്ഘാടനത്തോടുകൂടി ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമാവുകയാണ്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് ഇത് വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിലും പ്രവർത്തനങ്ങൾ നടത്താൻ ഇത് വലിയ സൗകര്യമാണ് ഈ പുതിയ ഡിവിഷൻ ഓഫീസിന്റെ ഉദ്ഘാടനത്തിലൂടെ വരുന്നത്. എന്നിവ ഉദ്ഘാടനം ചെയ്ത് നടപ്പിലാക്കിയ വ്യക്തി എന്നുള്ള നിലയിൽ നാളത്തെ കേരള ചരിത്രം രേഖപ്പെടുത്തുന്നത് ഇന്ന് ജലവിഭവ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ശ്രീമാൻ റോഷി അഗസ്റ്റിൻ അവരുടെയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയെ ഉദ്ഘാടന സന്ദേശം നൽകുന്നതിന് വേണ്ടി എത്രയും ആദരപൂർവ്വം ക്ഷണിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് ആവശ്യമായ പണം MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച് അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതോടുകൂടി സ്വയം പര്യാപ്തയിലെത്തിയ ഒരു ഓഫീസായി വാട്ടർക്ക് അഭിമാനിക്കാൻ നൽകുന്ന ഒരു സ്ഥാപനം എന്ന നിലയിലാണ് എന്നെ കാണുന്നത്. എന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇത്രയും അനുവദിച്ച് ഡിപ്പാർട്ട്മെന്റിന്
ഇക്കാര്യം പൂർത്തീകരിക്കാനായിട്ട് താല്പര്യം കാണിച്ച മോൻസ് ജോസഫിനെ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. വാങ്ങി ഇപ്പോൾ ഇതാ പദ്ധതിദീപം കൊടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഇപ്പോൾ പദ്ധതിദീപം കൊളുത്തി നമ്മുടെ ബഹുമാനപ്പെട്ട കോട്ടയം ലോക്സഭാംഗം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പിക്ക് കൈമാറുകയും അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി ഈ നാടിന്റെ പ്രിയങ്കരനായ MLA ശ്രീമാൻ മോൻസ് ജോസഫ് അവர்களுക്കും ഇതാ ബഹുമാനപ്പെട്ട മുൻ MLAയും ഇപ്പോൾ ന്യൂനപക്ഷ വികസന കമ്മീഷൻ ചെയർമാനും ആയിരിക്കുന്ന ശ്രീ സ്റ്റീഫൻ ജോർജ് അവർ, അതുപോലെ കേരള ജല അതോറിറ്റിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ചീഫ് എഞ്ചിനീയർ സുരജ നായർ, അതുപോലെ ഈ കടുത്തിട്ട് ഡിവിഷന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീമതി സോണിയ എന്നിവർ ചേർന്ന് ഇപ്പോൾ ദീപം കൊളുത്തുന്നു. ഈ ധന്യമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച എല്ലാവർക്കും നന്ദി പറയട്ടെ. പ്രതികരിച്ചിട്ടുള്ള കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CATU, INTUC എല്ലാ ട്രേഡ് യൂണിയനുകളുടെയും സാന്നിധ്യം ഇവയെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെ ഞങ്ങൾ ഓർമ്മിക്കുകയാണ്. സമയപരിധി മൂലം എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ സർ ജില്ലയിലെ ഒട്ടനവധി ഫംഗ്ഷനുകൾ ഉണ്ടായിരുന്നിട്ടും നമ്മുടെ അഭ്യർത്ഥന മാനിച്ച് ഇവിടെ എത്തി ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹത്തിന് ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും പേരിലും കേരള ജല അതോറിറ്റിയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും അങ്ങേയറ്റം നന്ദിയും കടപ്പാടും നൽകുന്നു. ഈ ചടങ്ങിന്റെ മുഖ്യ പ്രഭാഷണം സ്റ്റേജ് എന്നിവ ഒരുക്കിയ എല്ലാ തൊഴിലാളികൾ, പോലീസ്, ഫയർഫോഴ്സ് അംഗങ്ങൾ ഏവർക്കും നല്ലവരായ നാട്ടുകാർക്കും കേരള ജല അതോറിറ്റിയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി. ഈ യോഗം നമ്മൾ അവസാനിച്ചിരിക്കുന്നു.